ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. ജപ്പാനിലെത്തിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസം. ജപ്പാനിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ടോക്കിയോയിലെത്തിയിട്ട് 3ാമത്തെ ദിവസം. ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ടോക്കിയോയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്, ഹിരോഷിമയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ വില്ല ഫാൻറ്റൈൻ, മറന്നു ഇടയ്ക്ക്. സോ നമ്മളിന്ന് ഹിരോഷിമയിൽ പോകുമ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് സ്കൈലൈൻ അങ്ങനെ കണ്ടാണ്. സോ ഇപ്പം നേരെ പോയി ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജൊക്കെ കൊണ്ട് ലോബിയിൽ വയ്ക്കുക. ലോബിയിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ലഗേജ് ബുള്ളറ്റ് ട്രെയിനിൽ കയറ്റി വിടും. നമ്മളും ബുള്ളറ്റ് ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചാൽ നാളെ കിട്ടുള്ളൂ. അവസ്ഥ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഹിരോഷിമ ചെല്ലുന്നു, മൊത്തം കറങ്ങുന്നു. ഇപ്പം നമ്മൾ നേരെ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിലാണ്. ഇവിടുന്ന് ഒരു 4 മണിക്കൂറോളം യാത്ര ഉണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ. ബൈ റോഡ് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ പെർ അവർ 300-400 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ. നമ്മൾ ചൈനയിൽ പോയപ്പോൾ ഒരു ബുള്ളറ്റ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർ ബുള്ളറ്റ് ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഹിരോഷിമയിലെത്തും. ഹിരോഷിമയിലെത്തിട്ട് എൻ്റെ ഹിരോഷിമയിൽ നമ്മൾ കറങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് ചെല്ലും. എന്നാലും നമുക്ക് നമ്മുടെ ലഗേജ് കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നാളെ ഹിരോഷിമയിൽ നിന്ന് വെക്കേറ്റ് ആയി നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലമാണ് ഒസാക്ക. ജപ്പാനിലുള്ള മെയിൻ സ്ഥലമാണ്. അവിടെ നമ്മൾ 2 ദിവസമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ലഗേജ് കിട്ടുന്നത്. സോ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. സമയം ഇപ്പോൾ 6:45, 7:20 ആകുമ്പോൾ എല്ലാം റെഡിയായി എത്തണമെന്നാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് സമയം കഴിക്കാനുള്ളൂ, പക്ഷെ എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡേ 4 വ്ളോഗ്. ജപ്പാനിലെത്തിയിട്ട് നമ്മൾ ഡേ 4 ആണെങ്കിലും ഈ ട്രിപ്പിൽ ടോക്കിയോയിൽ എത്തിയിട്ടുള്ള ലാസ്റ്റ് ദിവസമാണ്. ഞാൻ പറഞ്ഞിരുന്നു, നല്ല ഹോട്ടലും നല്ല ഫുഡും എല്ലാം കൊള്ളും. ഒന്നിനൊന്നും മെച്ചം ഒന്നും പറയാനില്ല. ചൈനയിൽ നമ്മൾ പോയപ്പോൾ കഴിച്ച ഹോട്ടലിൽ നിന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്സൊക്കെ ഞാൻ നിങ്ങളോട് ഈ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. അതിനെ വെല്ലുന്ന സാധനം തന്നെയാണ് ഇവിടെ ഫുഡിൻ്റെ കാര്യം. ഒന്നും പറയാനില്ല, സെറ്റാണ്, ഒന്നും പറയില്ല, അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. 3 ദിവസത്തെ വെച്ച് കമ്പാറ്റ് ചെയ്ത് നോക്കുമ്പോൾ 3ാമത്തെ ദിവസം നല്ലപോലെ കഴിച്ചു. എല്ലാ ദിവസവും സെയിമാണ്, നമ്മൾ കഴിക്കുന്ന പോലെയാണല്ലോ. ഓരോ ടൈമിനനുസരിച്ചാണ്. ചിലപ്പോൾ മിനിങ്ങാന്നൊക്കെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, ഇന്നലെ കൂടുതൽ കഴിക്കാൻ പറ്റി, ഇന്ന് അതിനേക്കാളും കൂടുതൽ കഴിക്കാൻ പറ്റി. ഇനി നമ്മൾ ഇവിടുത്തെ ലഗേജൊക്കെ എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ ലോബി കൊണ്ട് കൊടുക്കുന്നു. മറ്റന്നാളെ കിട്ടുള്ളൂ. അത് കാരണം സോ അങ്ങനെ അപ്പം നേരെ സമയങ്ങളാതെ താഴത്തേക്ക് പോകും. ബുള്ളറ്റ് ട്രെയിനിൽ പോകുന്നതിന് മുമ്പ് ബുള്ളറ്റ് ട്രെയിനിന്റെ കുറച്ച് മെയിൻ കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. എന്നാലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. വേറെ ഒന്നുമല്ല, ലോകത്തിലെ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ വന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ജപ്പാനിലാണ്. 1949 ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വന്നത്. അന്ന് തന്നെയാണ് ജപ്പാൻ ഒളിമ്പിക്സ് ഇവിടെ നടന്നത്.
മണിക്കൂറിന് 350 km/സ്പീഡിലാണ് ബുള്ളറ്റ് ട്രെയിൻ പോകുന്നത്. നമ്മൾ ചൈനയിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ പോയി, അത് ഏകദേശം ഈ ഒരു സ്പീഡ് തന്നെയാണ്, കുറച്ചും കൂടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയത്. 430 വരെ പോയി. ബട്ട് ഇത് ഇച്ചിരി കൂടെ ഡ്യൂറേഷൻ ഉണ്ട്. നമ്മളന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റത്തേക്കാണ് പോയത്. ഇത് 4.5 മണിക്കൂർ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ അകത്ത് തന്നെയാണ്. ഇവിടുന്ന് നേരെ നമ്മളിവിടെ നിന്ന് ടോക്കിയോയിൽ നിന്ന് അടുത്ത നഗരമായ ഹിരോഷിമയിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4-4.5 മണിക്കൂർ ബുള്ളറ്റ് ട്രെയിൻ. ഞാൻ രാവിലെ പറഞ്ഞു, അപ്പോൾ കാറിലാണെങ്കിൽ ബൈ റോഡാണെങ്കിൽ എത്ര ദൂരമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. എനിവേ ട്രെയിൻ ഇപ്പോൾ വരും. നമ്മുടെ ട്രെയിനാണ് ഈ കിടക്കുന്നത്, പക്ഷേ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഓരോരോ സീറ്റൊക്കെ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. അവിടെ കയറി ഇരിക്കുന്നു. ബാക്കി പോകുമ്പോൾ ബാക്കി കാഴ്ചകൾ. പണ്ടൊക്കെ ഹിരോഷിമ നീ പഠിക്കുന്ന സമയത്തും ബുക്ക് വായിക്കുമ്പോഴൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന സമയത്താണെങ്കിൽ എന്താ പറയുക, ഇത് തന്നെ ഒരു ചാപ്റ്ററാണ്. അല്ലാതെ തന്നെ എൻ്റെ അനുഭവം പറയാനാണെങ്കിൽ ടോട്ടോ ചാൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. പലർക്കും അറിയാം. ടോട്ടോ ചാൻ്റെ പല ബുക്കൊക്കെ ഉണ്ട്, ടോട്ടോ ചാൻ കഥകൾ. അത് ഹിരോഷിമയിലായിരുന്നു ടോട്ടോ ചാൻ. അറ്റോമിക് ബോംബ് ഇട്ടപ്പോൾ മരണപ്പെട്ട ഒരുപാട് പേരിൽ ഒരാളായിരുന്നു ടോട്ടോ ചാൻ. ഒരു പെങ്കൊച്ചായിരുന്നു. അപ്പം ആ ടോട്ടോ ചാൻ്റെ കഥയൊക്കെ വായിച്ചവർക്ക് ഹിരോഷിമ ഒരുപാട് കണക്റ്റ് ആവും. അല്ലെങ്കിൽ തന്നെ കണക്റ്റ് ആവാൻ നമ്മൾ എല്ലാവരും സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിക്കുമ്പോൾ കേൾക്കുന്ന കഥയാണ് ഈ ഹിരോഷിമയിലെ കഥയൊക്കെ. ആ കഥകളിലുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അറ്റോമിക് ബോംബ് ഇട്ടത് 1940 ഇവിടെ അമേരിക്ക ഇട്ടത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 82 വർഷമായി. പക്ഷേ ഇപ്പോഴും അവരതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു വാസ്തവം. 80 വയസ്സിന് മേലുള്ള ആൾക്കാരൊന്നും ഇതുവരെ റിക്കവർ ആയിട്ടില്ല. അവരുടെ അടുത്തടുത്ത തലമുറകൾ, അവരിലൂടെ ജനിച്ചു വരുന്ന അടുത്തടുത്ത തലമുറകൾക്കൊക്കെ ഓരോരോ അംഗവൈകല്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് ചിലപ്പോൾ കണ്ണിന് കാഴ്ചയായിരിക്കും, ഇപ്പം ചിലപ്പോൾ എന്താ പറയുക, കൈക്ക് ചിലപ്പോൾ കൈ ഉണ്ടാവില്ല ഓരോ കുഞ്ഞുങ്ങൾക്ക്. അത് ഇപ്പോഴും അവരെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. അത് ഇന്നിങ്ങനെ മാറി വരുന്നേ ഉള്ളൂ.
ഇപ്പോൾ ബാക്ക് സൈഡിൽ കണ്ട ആ ബിൽഡിംഗ് ആണ് അന്ന് ബോംബ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവശേഷിച്ച് നിൽക്കുന്ന ആകപ്പാട് ഒരേ ഒരു ബിൽഡിംഗ് അതവർ നല്ലപോലെ നിലനിർത്തുന്നുണ്ട്. ബാക്കിയുള്ള ഈ സ്ഥലങ്ങൾ മൊത്തം അവർ റിക്കവർ ചെയ്ത് ഇപ്പോൾ അടിപൊളിയാക്കി ഒരു അമേരിക്കൻ സ്റ്റൈലിലാക്കി. നമ്മളാ എന്താ പറയുക എൻട്രൻസിൽ നിന്നുള്ള ആ മ്യൂസിയത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ അയ്യോ ജസ്റ്റ് പഠിച്ച ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് വേറൊരു മൈൻഡായിപ്പോയി. നമ്മൾ സന്തോഷത്തോടെ ഇരുന്ന് നമ്മൾ വേറെ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും ഹിരോഷിമയിൽ ബോംബ് വീണ ദിവസം ആവുമ്പോൾ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഇന്ന് ഹിരോഷിമ ദിനം എന്ന് പറഞ്ഞ് വരും. അപ്പോൾ കാണിക്കുന്ന ഫോട്ടോയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആയിരിക്കും എല്ലാ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ്. മനസ്സിലായില്ല? ആ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ പോയതും ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചതും. അപ്പോൾ എന്താ പറയുക വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസും ആ പ്ലേസിലെ മെയിനായിട്ടുള്ളൊരു സ്ഥലം. അവിടെ വരാൻ പറ്റിയത് തന്നെ ഒരുപാട് ഭാഗ്യം. ഞാൻ പറഞ്ഞില്ല കുറച്ച് നാൾ ഒരു തച്ചിലിരുന്ന് പഠിച്ചതൊക്കെ പറയില്ല, അതുപോലെ ഇരുന്ന് പഠിച്ചൊരു സ്ഥലമാണ് ഈ ഹിരോഷിമ നാഗസാക്കി. അവിടെയൊക്കെ വരാൻ പറ്റിയത് ഈ ചെറുപ്രായത്തിൽ വരാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം, സന്തോഷം.